ദേശവാസികളൊക്കെ ഞങ്ങളേവരും ഈ ധനുമാസം 15-16 തുടങ്ങിയ ദിനങ്ങളിൽ സാന്നിധ്യമതിയായിട്ട് ഉദയം കണ്ടു തുടങ്ങി പ്രൗഢഗംഭീരമായിരിക്കുന്ന ഈ തിരുസന്നിധാനത്ത് ഒത്തുകൂടി ഐശ്വര്യദായകമായിട്ട് എല്ലാ ദേവതമാരും നെഞ്ചിലുപടി ഒഴികെ അതപ്പോഴത്തേക്ക് പുറങ്കാവൽക്കാരൻ പോയല്ലോ ചുമലത്ത് പിടിച്ച് ആനന്ദ നർത്തനമാടുന്ന ഈ സന്നിധാനം മുതലേതുമായിട്ട് മത്സരത്തോട് മത്സരം തികഞ്ഞ നമുക്ക് എന്തൊക്കെയാണോ അല്ലേ അതിന് കൂടിക്കാഴ്ചയിലാണ് ഞങ്ങൾ പങ്കുവെക്കാറ്. ദേശവാസികളും ക്ഷേത്രേശന്മാരും ഞങ്ങൾ 4 ദേവതകളും ചേർന്നിട്ട് അതിന് സാന്നിധ്യ ശക്തിയായിട്ട് മറ്റൊരു സാന്നിധ്യങ്ങൾക്കും ഇടവരുത്താതെ സുഖൽപ്പറ്റ സന്നിധാനമായിട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങളും ആശംസകളും തന്നുപോരുവാനായിട്ട് ഞങ്ങൾക്ക് ഏവരുടെയും വചനങ്ങൾക്ക് കാതോർക്കാം അല്ലേ. എന്താ ഗുരുകാരണവര് അല്ലേ പ്രയാസരൂപി നാഗന്നൂറ് തിരികട്ടെ വിശേഷണം ചെയ്യും. ഇന്നത്തെ ദിവസം മുതലേതുമായി ഞങ്ങൾ ഏവരും തന്നെ നിങ്ങളതായിരിക്കുന്നതായ കാൽകളിയാട്ടം നിങ്ങളതായിരിക്കുന്നതായ ഒത്തരാശയങ്ങളിൽ കൊണ്ടുകൂട്ടിയിരിക്കുന്നതായ ഇനിയും മേൽവാരവും ഒത്തരമയോടുകൂടി തന്നെ ഒത്തുപിടിച്ചാൽ തിരിയും പോരുമെന്ന പ്രകാരത്തിങ്കൾ ഇനി വേണ്ടുന്നതായിരിക്കുന്ന കാര്യങ്ങളും ചെയ്യേണ്ടതായിരിക്കുന്ന കർമ്മങ്ങളും ഇന്നത്തെ ദിവസം മുതലേതുമായിട്ട് ഇത്ര കാലമെന്നും ഇത്ര പ്രശാലമെന്നും
വിടേണ്ടമില്ലാത്തതായ തലപ്പൂർ തന്നെയാണ് ഞാനും എന്റെ ഗതാഗതമാരും ഉറഞ്ഞിരിക്കുന്ന അവരഭൂമി തികച്ചു ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന വേറിട്ടിരിക്കുന്ന മൊഴികളോ കാരണം അവരെന്തൊക്കെയാ അല്ലേ സാന്നിധ്യവതിയായിട്ട് നമ്മൾ കൂടിക്കാണുന്ന വേളയല്ലേ. അല്ലെങ്കിൽ ഞങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഏത് പ്രകാരമാണോ കൊണ്ടു നടന്ന് പരിപാലിച്ചത് അതിൻ്റെ ഐശ്വര്യങ്ങളും അതിൻ്റെതായ കർമ്മങ്ങളും പൊട്ടം വരാതെ കൊണ്ട് ഇനിയുള്ള കാലവും തുടർന്ന് ചെയ്ത് പരിപാലിക്കുക. അതിനുള്ള ഒരു മനസ്സുണ്ടല്ലോ എല്ലാവർക്കും. കൂട്ടായ്മയോട് നമ്മുടെ ക്ഷേത്രം ആവർജനപാത പരിപാലിക്കാം. അതിനുള്ള കോട്ടകളൊക്കെ തീർക്കാൻ നമ്മുടെ ദൈവാചകളുണ്ടാവും കേട്ടോ. ഗുരുദാസൻ്റെയും കടാക്ഷത്തിലുണ്ടാവും. ആറാട്ടുമംഗല്യമാണെന്ന് സഹോദരന്മാരെ പാട്ട് നിങ്ങളേവരും ഒത്തൊരുമയോട് കൂടി കൊണ്ട് കൂട്ടിയിരിക്കുന്ന ആറാട്ടുമംഗല്യം അഴകിനാമണ്ഡം കൊണ്ട് കൂട്ടിക്കെട്ടിക്കാനായിട്ട് ഞങ്ങൾ ഏവരും ഒരേ ബുദ്ധി ഒരു മനസ്സായിട്ട് ഉറപ്പിട്ടുള്ള സുബ്രാനന്റെ പകടകാട് ശാസ്ത്രത്തിനും തിരുപടിയായിരിക്കുന്ന ജഗതന്തിയും ഗുരുകാരണവറും നാഗവതി കൊണ്ടൂരാത്മതും സന്നിധിയും ഭീതുമായിട്ട് വടച്ചു കെട്ടിയ വേലിയെങ്കിൽ മറ്റൊരു മഹാവ്യാധികൾ വരുത്താതെ പ്രകാരത്തിങ്കൽ ഇതുവരെ സംരക്ഷിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ. അതേ പ്രകാരത്തിൽ എനിക്ക് എൻ്റെ പൈതങ്ങൾക്ക് എന്തെങ്കിലും വിശേഷിക്കാനുണ്ടെങ്കിൽ ശാസ്ത്രപൂർവമായിട്ട് വിശേഷിക്കുക. അതിനുള്ള പോംവഴികൾ ഇതല്ലേ വേണ്ടത്. അതാണ് വേണ്ടത്. ഇനി വരുന്ന കാലങ്ങളിൽ ഉപരിയായിട്ട് കൂടിക്കാണണം. ഇപ്പോഴത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ആറാട്ട് വിഷമതയുണ്ടെങ്കിൽ എൻ്റെ പൈതങ്ങൾ വിശേഷിക്കുക. ഗോപുരത്തിന് എന്തൊക്കെ പറയാനുണ്ടോ? ഒന്നുമില്ല. ക്ഷേത്രേശന്മാര് ഭാരവാഹികള് വിശേഷണം ചെയ്തോ എന്തുണ്ടെങ്കിലും ഇവിടെ വെച്ച് പറയണോ? വിചാരിച്ച പോലെ ആയിട്ടില്ലാന്നോ അല്ലെങ്കിൽ അധികം ആയിപ്പോയിന്നോ? നല്ല ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. ആ എന്നിട്ട് ഒരു ബന്ധാവ് കെടുക്കണം. അതുണ്ട് അല്ലേ? ജന്മാചാരി എന്തൊക്കെ വിശേഷണം ചെയ്യാനുണ്ടോ? ഓരോരുത്തരായിട്ട് വിശേഷിക്കണം. ഇല്ല അങ്ങനെ വേണ്ട. ജനപദത്തിന് എന്തെങ്കിലും ഉണ്ടോ? ജനപദം കൂടിക്കാഴ്ച അടുത്ത സംവത്സരം ഇതുപോലെ കാണും. ജനപദത്തിന് എന്തെങ്കിലും വിശേഷിക്കാനുണ്ടോ? ഒക്കെ സുഖല്ലേ? എന്നാ പിന്നെ വേറെ ഒന്നും ഇല്ലാലോ. പരിപാലക്കാർക്ക് അതിന്റെ വിശേഷണം ചെയ്യാനുണ്ടോ? എന്താണ് എല്ലാവർക്കും മൗഢ്യതയുണ്ടോ? സന്തോഷമായല്ലോ. ആയില്ലേ? ഭാരവാഹികൾക്കൊക്കെ തൃപ്തിയല്ലേ? അപ്പൊ ശാസ്ത്രപ്പെട്ട തിരുമുമ്പിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പാട് തിരിച്ചു പോകുമ്പോ ഒരു വിഷമല്ലേ? എന്തെങ്കിലും ഒന്ന് ഭുജിച്ചിട്ട് പോകട്ടെ പോകാൻ അതിനുള്ളൊരു സംവിധാനം ആക്കില്ലേ? അത് അങ്ങനെയല്ലേ അല്ലേ? ക്ഷേത്രേശന്മാർ പിന്നെ വെറുതെ ഇരുന്നാവോ കൊണ്ടാ? ഇതെന്താ തൃപ്തിയോട് കൂടി കൊണ്ടേ പോകാൻ? പിന്നെന്താ കൊണ്ടാ വേഗം അത് അല്ലേ? അമ്മ പരാംബിക പരാശക്തിയും ഇല്ലേ നാഗകന്യക ഗുരുകാരണവരിൽ ഉണ്ടാകുമ്പോ ശാസ്ത്രപ്പന്റെ തിരുമുമ്പിൽ വന്നിട്ട് ഒന്നും ഭുജിക്കാണ്ടാ പോയെന്ന് പറഞ്ഞാൽ അതിന്റെ അവസ്ഥാക്കേടായിരിക്കാം ഇല്ലേ? അതുകൊണ്ട് തൃപ്തിയോട് കൂടി കാണുന്നു, കൂടി വിഷയങ്ങൾ പറയുന്നു, സംസാരിക്കുന്ന കാര്യങ്ങൾ അല്ലേ? ഒരല്പം ഭുജിച്ച് കൈയെടുക്കുന്നു. കടുകരി ആയിക്കോട്ടെ, അതല്ലേ എന്റെ ഔചിത്യം. പിന്നെന്താ വേടെ വെച്ചാൽ കടുകരി ആയിക്കോട്ടെ.